മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനായി ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എസ്ഐ തസ്തികയിലേക്ക് കൂടുതൽ സ്ത്രീകളെ നിയോഗിക്കുമെന്നും മന്ത്രി. അവയവദാനം നടത്തിയവരെ ആദരിക്കുക വഴി വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അവയവദാനം സംബന്ധിച്ച് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചാവക്കാട് ഹനീഫ വധക്കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. കുടിവെള്ള ലഭ്യതയ്ക്കായി സർക്കാർ സത്വര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ്. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉയർത്തി ഒരു പൊന്നോണം കൂടി വന്നെത്തുന്നു. നാളെ അത്തം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനായി ഒരു മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാത്രികാല പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് കൃത്യമായ മറുപടി തരണമെന്ന് ഹോം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. വടക്കാഞ്ചേരിയിൽ ഡിവൈഎസ്പി ഓഫീസ് സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കും. മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തികൾ പുനർനിർണയിക്കും. എസ്ഐ തസ്തികയിലേക്ക് കൂടുതൽ സ്ത്രീകളെ നിയോഗിക്കും. കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മികവ് കേരള പോലീസിനാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പോലീസിനെ ഭയക്കേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ADGP എൻ ശങ്കർ റെഡ്ഡി, IG സുരേഷ് രാജ് പുരോഹിത്, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷേളി വാസു തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അതിന്റെ തീരുമാനമെടുത്ത് തരണമെന്ന് ഞാൻ ഹോം സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം പരീക്ഷണാർത്ഥത്തിൽ ആദ്യം ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ട് പരീക്ഷണാർത്ഥം, കാരണം ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ രാത്രികാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ആദ്യം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് പരീക്ഷണാർത്ഥം നടത്തിയിട്ട് വിജയകരമാണെങ്കിൽ മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവയവദാനം നടത്തിയവരെ ആദരിക്കുക വഴി വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച അവയവദാന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അവയവദാനം സംബന്ധിച്ച് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ രാജൻ ജെ പല്ലൻ മുഖ്യപ്രഭാഷണം നടത്തി. PA മാധവൻ MLA, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, ഫെഡറേഷൻ ഭാരവാഹികളായ PK ചെറിയാൻ, ഡോക്ടർ മുഹമ്മദ് കാസിം, G മോഹനചന്ദ്രൻ, വർഗീസ് തരകൻ, തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമമായ പൂത്തറയ്ക്കൽ ഗ്രാമത്തെയും ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഇടവകയായ കാരമുക്ക് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഇടവകയെയും ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് ഹനീഫ വധക്കേസിൽ 3 പ്രതികൾ കൂടി പിടിയിലായി. 2ാം പ്രതിയായ ചാവക്കാട് സ്വദേശി ഷാഫി, കൊലയാളി സംഘത്തെ സഹായിച്ച ആബിദ്, സിദ്ദിഖ് എന്നിവരാണ് പിടിയിലായത്. ആബിദ്, സിദ്ദിഖ് എന്നിവരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷാഫിയെ മലപ്പുറത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. 1ാം പ്രതി ഷമീർ, അൻസാർ, അഫ്സൽ, ഷംസീർ, റിംഷാദ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. ചാവക്കാട് ഹനീഫ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമായി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹനീഫയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏത് രീതിയിൽ അന്വേഷണം നടത്തണമെന്നത് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാം. കുടുംബത്തിന്റെ പരാതി കിട്ടിയ സാഹചര്യത്തിൽ അതും കൂടി അന്വേഷണത്തിന് പരിഗണിക്കും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നേടിക്കൊടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഗ്രൂപ്പെന്നോ CPM എന്നോ ഒന്നുമില്ല. അത് നിയമപരമായി മുന്നോട്ട് പോകും. ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത്. അത് തികച്ചും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ തന്നെ അന്വേഷണം നടക്കാനകത്ത് ഒരാശങ്കയുടെയും ആവശ്യമില്ല. മാത്രമല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. നിയമം കയ്യിലെടുക്കാൻ ഈ സംസ്ഥാനത്ത് ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. കുടിവെള്ളം ജനങ്ങളുടെ ജന്മാവകാശമാണെന്നും കുടിവെള്ള ലഭ്യതയ്ക്കായി സർക്കാർ സത്വര നടപടികളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. കോലഴി, കുറ്റൂർ, പോട്ടൂർ
സെൻസസ് ടൗണുകൾക്കായുള്ള ശുദ്ധജല വിതരണ പദ്ധതി തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജലക്ഷാമം പരിഹരിക്കാൻ മഴവെള്ളം പാഴാക്കാതെ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്ന് മന്ത്രി ബാലകൃഷ്ണൻ പറഞ്ഞു. കോലഴി പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 25,000 പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷ്, വൈസ് പ്രസിഡന്റ് NA സാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ലോനപ്പൻ, ഇന്ദിര മുകുന്ദൻ, റോസി തോമസ്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഓമന രവീന്ദ്രൻ, ജ്യോതി K സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയ MA ജഗദീശ്വരൻ, AC ചുമ്മാർ, രാജൻ ഭഗവതിപ്പറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉയർത്തി ഒരു പൊന്നോണം കൂടി വന്നെത്തുകയാണ്. നാളെ അത്തം മുതൽ മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. പൂവിളിയും പൂക്കാലവുമായി ഒരു പൊന്നോണം കൂടി വന്നണയുകയാണ്. ഓണത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും നാളുകളാണ് ഓണക്കാലം. അത്തം മുതൽ തന്നെ മലയാളികൾ വീട്ടുമുറ്റത്ത് വർണ്ണ പൂക്കളങ്ങൾ തീർത്ത് ഐശ്വര്യസമൃദ്ധമായ ഓണത്തെ വരവേൽക്കുന്നു. പൂവെടുത്തും പൂക്കളമിട്ടും മാവേലി മന്നനെ വരവേൽക്കാൻ മലയാളികൾക്കിനി തിരക്കോട് തിരക്കാണ്. മാവേലി തമ്പുരാന് സ്വാഗതമോദി നാടെങ്ങും നിറക്കാഴ്ചയായി പൂക്കളങ്ങൾ വിടരുമ്പോൾ ഒരുമയുടെ ഓണസങ്കല്പങ്ങളാണ് അർത്ഥപൂർണമാകുന്നത്. പൂപ്പൊലി പാടി പൂക്കോടയുമായി പൂവ് തേടി തൊടികളും കാടും മേടും താണ്ടി പൂവിറക്കുന്ന കുട്ടികളുടെ ഉത്സാഹം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഓണക്കാലത്തെ ഊഞ്ഞാലാട്ടവും മറ്റ് ഓണക്കളികളും ഇന്നില്ല. എങ്കിലും ഗ്രാമങ്ങളിൽ ഇന്നും പൂക്കൂടയുമായി പൂവ് തേടി പായുന്ന കുരുന്നുകളുടെ ഉത്സാഹവും ഓണക്കളികളും നമുക്ക് കാണാനാകും. ഓണം അന്നും ഇന്നും മലയാളികൾ ഗതകാല സ്മരണകളോടെ ആഘോഷിക്കുന്നു. കള്ളക്കർക്കിടകം വിതച്ച ദുരിതങ്ങളും പരാധീനതകളും മലയാളി മറക്കും. പത്തായം നിറയെ ധാന്യങ്ങളും കൊയ്ത്തുപാട്ടും ഓണനിലാവും ഓണത്തുമ്പിയും നാടൻ കലകളും എന്നിവ കൊണ്ട് ഓണക്കാലം മലയാളികളുടെ മനം നിറയ്ക്കും. കാണം വിറ്റും ഓണമുണ്ണണമെന്നതാണ് പഴമൊഴി. ഈ പഴമൊഴിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ആരവങ്ങളും ഒരുക്കങ്ങളും വന്നെത്തുകയായി. ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരങ്ങളും ഓണാഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൈക്കൊട്ടിക്കളിയും കുമ്മാട്ടിക്കളിയും പുലിക്കളിയും ഗ്രാമനഗരങ്ങളിൽ സജീവമാകും. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മലയാളികളുടെ മാവേലി മന്നൻ ഓണത്തിന് തന്റെ പ്രജകളെ കാണാൻ എത്തുമെന്നതാണ് വിശ്വാസം. അതിനാൽ അത്തം മുതൽ 10 നാൾ മലയാളികൾ സ്നേഹപ്പൂക്കളം തീർത്ത് മാവേലി മന്നനെ വരവേൽക്കുന്നു. കലുഷിതമായ ഈ വർത്തമാന കാലത്തിനിടയിൽ കള്ളവും ചതിയും കള്ളത്തരങ്ങളും ഇല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ച ആ സുവർണ കാലഘട്ടം മലയാളികളിൽ ഗൃഹാതുരത്വമുണർത്തി വീണ്ടും പടികടന്നെത്തുകയാണ്. അതെ, എങ്ങും ഓണാരവങ്ങൾ ഉയരുകയായി. കാത്തിരിക്കാം, കാതോർക്കാം, പൂവേ പൊലി പൂവേ എന്ന് പൂപ്പൊലി പാടി മാവേലി മന്നന്റെ ആ സുന്ദര കാലത്തെ വരവേൽക്കുന്ന പൊന്നോണത്തിനായി. കൾച്ചറൽ ഡെസ്ക് TCV. ഓണത്തിന് തനി നാടൻ പൂക്കളമിടാൻ ഇക്കുറി പെരുമ്പിലാവിൽ യുവാക്കളുടെ കൂട്ടായ്മയിൽ നട്ടെടുത്ത പൂക്കളുണ്ട്. 5 ഏക്കറോളം സ്ഥലത്ത് പ്രോഗ്രസീവ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 60ഓളം യുവാക്കൾ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നാട് ഉത്സവമായി കൊണ്ടാടി. നാടൊട്ടുക്ക് വിളംബരം നടത്തി നിറങ്ങളുടെ വിസ്മയമൊരുക്കി പെരുമ്പിലാവ് ജംഗ്ഷന് സമീപത്തെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളറുത്തു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ തൈകൾ മൈസൂരിൽ നിന്നും എത്തിച്ച് പൂർണ്ണ പരിചരണം നൽകിയാണ് ഇവ വിരിയിച്ചെടുത്തത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു പൂക്കൃഷി. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കൃഷി വൻ വിജയമായതോടെയാണ് പ്രവർത്തകർ ഇക്കുറിയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിക്കൊരുങ്ങിയത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പണം കണ്ടെത്താനായി ഇവർ നടത്തിയ ശ്രമം ഇക്കുറി വലിയൊരു വിഭാഗം കർഷകരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തവണ 4 തോട്ടത്തിലും വ്യത്യസ്തമായ 4 നിറത്തിലുള്ള പൂക്കളാണ് നട്ടിട്ടുള്ളത്. അപൂർവമായ വെള്ള ചെണ്ടുമല്ലിയും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഓണനാളുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കാണാൻ നിരവധി പേരാണ് തോട്ടത്തിലെത്തിയിരുന്നത്. ജനകീയ ഉത്സവമായി കൊണ്ടാടിയ വിളവെടുപ്പ് ഉദ്ഘാടനവും വ്യത്യസ്തമായി. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, മേഖലയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ, ജനപ്രതിനിധികൾ, ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ സംയുക്തമായി വിളവെടുപ്പിന് തുടക്കമിട്ടു. ബാബു M പാലിശ്ശേരി MLA, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മം വേണുഗോപാൽ,
കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ, കുന്നംകുളം ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് OIC തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ് അംഗങ്ങൾ നേരിട്ട് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളുകളിലൂടെ തിരുവോണ ദിവസം വരെ പൂക്കൾ വിൽപ്പന നടത്തും. TCV ന്യൂസ്, കുന്നംകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സ്വയം സഹായ സംഘത്തിന്റെ ബോണസ് വിതരണ മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മാനുക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. PK ശ്രീമതി, MP, ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, PA മാധവൻ MLA, മേയർ രാജൻ ജെ പല്ലൻ, BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ചെയർമാൻ BK കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ജലനിധി ശുദ്ധജല വിതരണ പദ്ധതി നടത്തറയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PJ ജോസഫ് അധ്യക്ഷനായിരുന്നു. PA മാധവൻ MLA, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കാട്ടുങ്ങൽ, TM രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. 13.71 കോടി രൂപ ചിലവഴിച്ചാണ് 2741 കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതി പൂർത്തീകരിച്ചത്. അന്ധർക്കുള്ള ടോക്കിംഗ് കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായതായി പഞ്ചായത്ത് സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ പറഞ്ഞു. സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിലേക്കുള്ള ടോക്കിംഗ് കമ്പ്യൂട്ടറുകൾ ഉടനെ വിതരണം ചെയ്യും. ക്ലാസുകൾ സ്മാർട്ടായാൽ മാത്രം പോരാ, അതിനാവശ്യമായ സാധന സാമഗ്രികൾ വിദ്യാർത്ഥികളിൽ എത്തിക്കാനും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RP ബഷീർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര വരുമാനങ്ങൾ സർക്കാർ മറ്റു വഴിക്ക് ചിലവഴിക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കുന്ന ക്യൂ കോംപ്ലക്സിന്റെയും മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെയും ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരട്ടിയിലധികം ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ചിലവഴിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. ലോകത്തിൽ ഇത്രയും സ്വത്തുള്ള മറ്റ് ആരാധനാലയം ഉണ്ടാകാൻ സാധ്യതയില്ല. രാജഭരണകാലത്ത് സൂക്ഷിച്ചു വച്ചിരുന്ന സ്വത്ത് ജനാധിപത്യ സംവിധാനമുള്ള ഇക്കാലത്ത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. ഇതിനായി സുരക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടി വന്നു. അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങളും സുരക്ഷാ സേനയെയും നിയോഗിച്ചിരിക്കുകയാണ്. ആരാധനാലയങ്ങളിലെ സ്വത്ത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരിനുള്ളത്. ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും കടമയാണ്. ഗുരുവായൂരിൽ ഇതിനുവേണ്ടിയുള്ള പുതിയ ഈ പദ്ധതി അഭിനന്ദനാർഹമാണ്. ഇതിന് അല്പം വൈകിയാണെങ്കിലും നടപ്പിലാക്കാനായി മുന്നോട്ട് വന്ന ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കാവശ്യമായ ധനസഹായം ലഭ്യമാക്കിയ സർക്കാരാണിതെന്ന് VS ശിവകുമാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കുന്ന 2020 എന്ന ഡോക്യുമെന്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. PA മാധവൻ MLA, നഗരസഭാ ചെയർമാൻ PS ജയൻ, ദേവസ്വം കമ്മീഷണർ VM ഗോപാലമേനോൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V ബലറാം, ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഭരണസമിതി അംഗങ്ങളായ N രാജു, K ശിവശങ്കരൻ, M ജനാർദ്ദനൻ, A സുരേശൻ, PV ബിനേഷ്, അഡ്മിനിസ്ട്രേറ്റർ B മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരിൽ ക്യൂ കോംപ്ലക്സ് ശിലാസ്ഥാപനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ചടങ്ങ് നടക്കുന്നിടത്ത് അക്രമികളുടെ വിളയാട്ടം. ക്യൂ കോംപ്ലക്സിനായി ഭൂമി പൂജ നിർവഹിച്ച തറക്കല്ല് തകർക്കുകയും പൂജ നിർവഹിക്കാൻ കെട്ടിത്തയ്യാറാക്കിയിരുന്ന പന്തൽ അക്രമി സംഘം നശിപ്പിക്കുകയും ചെയ്തു. കിഴക്കേ നടയിലെ സത്രം വളപ്പിലാണ് ഇന്ന് രാവിലെ ക്ഷേത്രം ഓദിക്കനും മുൻ മേൽശാന്തിയുമായ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി പൂജ നിർവഹിച്ച് 3 കല്ലുകൾ സ്ഥാപിച്ചത്. ഇതിന് ചുറ്റും പന്തലും കെട്ടിയിരുന്നു. ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കേണ്ടിയിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പിന്നീട് 4:30-ലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി എത്തുന്നത് കണക്കിലെടുത്ത് രാവിലെ മുതൽ സത്രം വളപ്പിന് പോലീസ് കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ദേവസ്വം സെക്യൂരിറ്റിയും പോലീസും എത്തുന്നതിന് മുൻപ് അക്രമി സംഘം ഓടിപ്പോയി. സാമൂഹിക നീതി വകുപ്പിന്റെ പ്രവർത്തനം മികവുറ്റതാണെന്ന് പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സോഷ്യൽ ജസ്റ്റിസ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 2 വർഷമായി തുക ചെലവഴിക്കുന്ന കാര്യത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് 1ാം സ്ഥാനത്താണ്. ഈ വർഷം പ്ലാനിംഗ് ബോർഡ് ഏർപ്പെടുത്തിയ അവാർഡ് നേടിയെടുക്കാൻ വകുപ്പിനായെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെ നിവേദന കാര്യത്തിൽ ഘട്ടം ഘട്ടമായി നടപടി സ്വീകരിക്കുമെന്നും ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ കാലാവധിക്കുള്ളിൽ നിറവേറ്റുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
ചെമ്പുക്കാവ് മുണ്ടശ്ശേരി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സിനോ സേവി, കരുവാറ്റ ചന്ദ്രബാബു, യു അബ്ദുൽ ബാരി, നസീം ഹരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ അഗ്രോ കോർപ്പറേഷന്റെ അധീനതയിൽ കിടക്കുന്ന യന്ത്രസാമഗ്രികൾ സംരക്ഷിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളുമെന്നും അധികൃതരുടെ അനാസ്ഥ മൂലം 14 കോടി രൂപ നശിക്കുകയാണെന്നും VS സുനിൽകുമാർ MLA പറഞ്ഞു. തൃശൂർ പൊന്നാനി കോൾ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് അരിമ്പൂർ അഗ്രോയിൽ നെൽകർഷകർക്ക് വേണ്ട വിവിധ യന്ത്രസാമഗ്രികൾ എത്തിയിട്ടുള്ളത്. ഇത്തരം യന്ത്രസാമഗ്രികൾ കാറ്റും മഴയും വെയിലുമേറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്ന കർഷകരുടെ പരാതിയിൽ നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ എത്തിയതായിരുന്നു MLA. കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ ഏജന്റുമാർക്ക് കാർഷിക യന്ത്രങ്ങൾ നൽകാൻ തീരുമാനിച്ചാൽ ശക്തമായ സമരം നടത്തും. കോൾ വികസന പാക്കേജിൽ ഇത്രയധികം യന്ത്രങ്ങൾ വാങ്ങിക്കൂട്ടിയതിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണം. കർഷകന് വേണ്ടിയാണ് ഇവയെല്ലാം വാങ്ങിയതെങ്കിൽ ഇടനിലക്കാർ ഇല്ലാതെ യന്ത്രങ്ങൾ കർഷകന് കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അഗ്രോയുടെ കൈവശമുള്ള 3 ഏക്കറിലധികം വരുന്ന ഭൂമി റവന്യൂ പുറംപോക്കിലാണ്. അതിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന് അധികാരം ഒന്നുമില്ല. സർക്കാരിന്റെ മുതൽ സംരക്ഷിക്കുകയാണ്, നശിപ്പിക്കുകയല്ല പഞ്ചായത്ത് ചെയ്യേണ്ടതെന്നും MLA പറഞ്ഞു. തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി പ്രകാരം അരിമ്പൂരിൽ കൊണ്ടുവന്ന കാർഷിക യന്ത്രോപകരണങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൾ കർഷകരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. അരിമ്പൂർ അഗ്രോ ഇൻഡസ്ട്രിയൽ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, MB രാജേന്ദ്രൻ, NM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 14 കോടി രൂപ വിലമതിക്കുന്ന 50 കൊയ്ത്തുമേതി യന്ത്രങ്ങളും 200 പവർ ടില്ലറുകളും 20 ട്രാക്ടറുകളും ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രോപകരണങ്ങളാണ് മഴയും വെയിലും കൊണ്ട് നശിക്കുന്നതെന്ന് കോൾ കർഷക സംഘം ചൂണ്ടിക്കാട്ടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഇരിങ്ങാലക്കുട കല്ലൂക്കാരൻ പോൾസന്റെ മകൻ 13 വയസ്സുള്ള ആദിത്താണ് മരിച്ചത്. ശനിയാഴ്ച കുമ്പിടിയിൽ ആദിത്തും പോൾസനും സഞ്ചരിച്ചിരുന്ന കാറിൽ സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആദിത്ത് ഇന്ന് രാവിലെയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ പോൾസൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. അവിചാരിതമായി മരണം തട്ടിയെടുത്തെങ്കിലും ആദിത്ത് ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും. ആദിത്യന്റെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്തതോടെ മഹത്തായ ഒരു ജീവദാനം കൂടി മറ്റുള്ളവർക്ക് മാതൃകയായി. സർക്കാരിന്റെ പുനർജനി അവയവദാന പദ്ധതി വഴിയാണ് നടപടികൾ പൂർത്തീകരിച്ചത്. തൃശൂർ, എറണാകുളം കളക്ടർമാരുടെ പ്രത്യേക ഇടപെടൽ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ആദിത്യന്റെ ഹൃദയം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുള്ള കസാക്കിസ്ഥാൻകാരനാണ് ആദിത്യന്റെ ഹൃദയം വെച്ചുപിടിപ്പിക്കുക. കരളും വൃക്കകളും എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കാണ് നൽകുക. കോർണിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ രോഗിക്ക് നൽകും. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ ഒരു അവയവദാനം കൂടി വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ആദിത്യന് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെയാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബാംഗങ്ങൾ സന്നദ്ധരായത്. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യന്റെ മരണം സഹപാഠികളെയും സ്കൂൾ അധികൃതരെയും ദുഃഖത്തിലാഴ്ത്തി. സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായ ആദിത്ത് പഠന പാഠ്യേതര കാര്യങ്ങളിൽ സമർത്ഥനായിരുന്നു. സ്പോർട്സ് റൂമിന്റെ ചുമതലയും മറ്റും വഹിച്ചിരുന്ന മിടുക്കനായ വിദ്യാർത്ഥിയായി മരണം കവർന്നത് ഉൾക്കൊള്ളാനാകാത്ത സ്ഥിതിയിലാണ് അധ്യാപകർ. ആദിത്യന്റെ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ അവൻ ഇനിയും ജീവിക്കുമെന്ന് ക്ലാസ് ടീച്ചർ ലിജി ജോസ് പറഞ്ഞു. സ്കൂളിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. എന്താ പറയുക, ടീച്ചേഴ്സിന് എന്ത് ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഓഡിയോ എന്തിനും റെഡിയാണ് അവർ ചെയ്യാനായിട്ട്. സമൂഹത്തിന് മറ്റൊരു മാതൃക തീർത്ത മഹത്തായ കർമ്മമാണ് ആദിത്യന്റെ അവയവദാനത്തിലൂടെ മാതാപിതാക്കൾ സമൂഹത്തിന് പകർന്നു നൽകിയതെന്നും സ്കൂളിലെ അധ്യാപകർ അഭിപ്രായപ്പെട്ടു. ഓണത്തെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്കായി അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടുമായി ന്യൂ കേബിൾ പോയിന്റ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റിന്റെ ഓണം മെഗാ ഓഫർ. ന്യൂ കേബിൾ പോയിന്റിൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ മനം കവരുന്ന ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓണത്തെ വരവേൽക്കുന്ന മലയാളിക്ക് ഓണം മെഗാ ഓഫറിലൂടെ അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടാണ് കേബിൾ പോയിന്റിൽ ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡഡ് സ്വിച്ചുകൾക്ക് 20% മുതൽ 60% വരെയും, LED ലൈറ്റുകൾക്ക് 50% വരെയും, ഫാനുകൾക്ക് 25% വരെയും, കേബിളുകൾക്ക് 48% വരെയും, വാട്ടർ ഹീറ്ററുകൾക്ക് 25%, ഫാൻസി ലൈറ്റുകൾക്ക് 10 മുതൽ 30% വരെയും അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ എല്ലാ 2000 രൂപയ്ക്കുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനവും ഒരുക്കിയിട്ടുള്ളതായി ന്യൂ കേബിൾ പോയിന്റ് സാരഥി TP ഡെയ്സൺ പറഞ്ഞു. കേബിൾ പോയിന്റ് ഉപഭോക്താക്കൾക്കായിട്ട് നിരവധി ഓണം ഓഫറുകളാണ് ഓണമായിട്ട് നമ്മൾ നൽകുന്നത്.
ഓണം മെഗാ ഓഫറായിട്ട് സ്വിച്ചുകൾക്ക് 20% മുതൽ 60% വരെയും, വാട്ടർ ഹീറ്റർക്ക് 25%, ഫാൻസി ലൈറ്റ് 30%, LED ലൈറ്റുകൾക്ക് 50% വരെയും, പിന്നെ അതുകൂടാതെ ഓരോ 2000 രൂപയും അതിന് മുകളിലുള്ള ഓരോ പർച്ചേസിനും നമ്മൾ ഉറപ്പായ സമ്മാനം നൽകുന്നതാണ്. എല്ലാ മാന്യോപഭോക്താക്കൾക്കും ന്യൂ കേബിൾ പോയിന്റിന്റെ ഓണാശംസകൾ. ശങ്കരയ്യർ ജംഗ്ഷനിൽ 6 നിലകളിലായി 25,000 സ്ക്വയർ ഫീറ്റിൽ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ന്യൂ കേബിൾ പോയിന്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഓഫറിൽ ഉപഭോക്താക്കൾക്ക് സ്വപ്നതുല്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം. മയക്കുമരുന്ന് വിൽപ്പന കേസിലെ പ്രതിക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് കാപ്പ പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തി. ചിയാരം സ്വദേശി തോപ്പുപറമ്പ് സന്തോഷിനെയാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് അടുത്ത 1 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് IG-യുടേതാണ് ഉത്തരവ്. ഇതനുസരിച്ച് പ്രതിക്ക് അടുത്ത 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അനുമതി വേണം. നിയമം ലംഘിക്കുകയാണെങ്കിൽ കാപ്പ പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. പ്രതിക്ക് ജില്ലയിൽ താമസിക്കുന്നതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടുപന്നിയെ കുരുക്കിട്ട് പിടിച്ച് കൊന്ന കേസിൽ 4 പേരെ വനപാലകർ പിടികൂടി. കോടനാട് സ്വദേശി ചിറക്കൽ എൽദോ, തിരുവിലാമല സ്വദേശികളായ മുകളിൽ വീട്ടിൽ ബിനേഷ് തോമസ്, പുള്ളിക്കാട്ടിൽ റോയ്, അത്തേക്കാട്ട് ചുഴുക്കുന്നിൽ ജിജോ ജോൺ എന്നിവരാണ് അറസ്റ്റിലായത്. മായന്നൂർ റേഞ്ച് ഓഫീസർ യു ബേബി, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ യു സജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അയ്യന്തോൾ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ചേറ്റിപ്പുഴ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു. സ്വർണ്ണപ്പണയ വായ്പ, ലോക്കർ സൗകര്യം എന്നീ സംവിധാനങ്ങളോടെയാണ് അയ്യന്തോൾ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ചേറ്റുപുഴ ബ്രാഞ്ച് അമ്പക്കാട്ട് മൂലയിൽ JVS ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ MN സുധാകരൻ അധ്യക്ഷനായിരുന്നു. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA-യും ലോക്കറിന്റെ ഉദ്ഘാടനം VS സുനിൽകുമാർ MLA-യും നിർവഹിച്ചു. സ്വയം തൊഴിൽ വായ്പാ വിതരണം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരനും ഡെപ്പോസിറ്റ് സ്വീകരണം ജനതാദൾ ജില്ലാ പ്രസിഡന്റ് CP റോയും നിർവഹിച്ചു. ജൈവ കൃഷി പലിശരഹിത വായ്പാ വിതരണവും ഇതോടൊപ്പം നടന്നു. കൗൺസിലർ സുനന്ദ ഗോപാലകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി M പ്രസന്ന, വൈസ് പ്രസിഡന്റ് KV സുരേഷ് കുമാർ, ഡയറക്ടർമാരായ TG രാമചന്ദ്രൻ, PK ഷാജൻ, മുൻ പ്രസിഡന്റ് MR രാജൻ, MK ബൈജു, വത്സൻ ചേറ്റുപുഴ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പഞ്ചായത്ത് സാമൂഹിക വകുപ്പ് മന്ത്രി MK മുനീർ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജെൻഡർ റിസോഴ്സ് പേഴ്സൺമാരുടെ സംസ്ഥാനതല സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനിതാ പോലീസും ലീഗൽ എക്സ്പെർട്ടും അടങ്ങുന്ന ജാഗ്രതാ സമിതികൾ വാർഡ് തലത്തിൽ രൂപം കൊണ്ടാൽ ഗാർഹിക പീഡനമടക്കമുള്ള സാമൂഹിക കുറ്റകൃത്യങ്ങൾ തടയാനാകും. കുട്ടിക്കടത്ത് എന്ന പേരു തന്നെ അപഹാസ്യമാണെന്നും അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കണമെന്നും MK മുനീർ പറഞ്ഞു. 14 ജില്ലകളിലും സ്നേഹിത പദ്ധതി കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും 80% പെൺകുട്ടികളാണുള്ളത്. ആൺകുട്ടികൾ സ്കൂളിൽ പോകാതെ എന്തു ചെയ്യുന്നുവെന്ന് അമ്മമാരും സഹോദരിമാരും എന്ന നിലയിൽ കുടുംബശ്രീ അംഗങ്ങൾ പരിശോധിക്കണം. അവർ വഴിതെറ്റിപ്പോകാതെ നേർവഴിക്ക് നയിച്ചാൽ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ തടയാനാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ഡയറക്ടർ PR ശ്രീകുമാർ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P അബ്ദുൾ മജീദ്, പ്രൊഫസർ അന്നം ജോൺ, ഡോക്ടർ M ഉസ്മാൻ, PM ഹംസ, അഡ്വക്കേറ്റ് സ്വപ്ന ജോർജ്, ഡെപ്യൂട്ടി മേയർ PV സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്വാർട്ടേഴ്സിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വിയൂർ പള്ളിവളപ്പിൽ ശങ്കരൻ എഴുത്തച്ഛന്റെ മകൻ കൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 55 വയസ്സായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ് കൃഷ്ണൻ. കുറച്ചുനാളുകളായി ഒറ്റയ്ക്കായിരുന്നു താമസം. വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കൂർ ചെമ്പങ്കണ്ണ സ്വദേശി അറക്കൽ വീട്ടിൽ സോജനയാണ് ഈസ്റ്റ് SI ലാൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്.
കൊലപാതകം, കവർച്ച, അനധികൃതമായ സ്പിരിറ്റ് കടത്തൽ തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. വെങ്ങണിശ്ശേരി സ്വദേശി കൊല്ലായി വീട്ടിൽ സന്ദീപനെ സംഘം ചേർന്ന് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ കുഴൽപ്പണം കവർച്ച നടത്തിയതിന് ചെർപ്പുളശ്ശേരി, പെരിന്തൽമണ്ണ, മേലാറ്റൂർ എന്നീ സ്റ്റേഷനുകളിൽ കേസുകൾ. തൃശൂർ ജില്ലാ ഫാർമേഴ്സ് സഹകരണ സംഘം സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ഒളരിക്കരയിൽ നടന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തേരമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ഗോൾഡ് ലോൺ ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം നിർവഹിച്ചു. മികച്ച കർഷകരെയും കൃഷിമേഖലയിലെ മികച്ച കുടുംബശ്രീയെയും ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കൗൺസിലർമാരായ K രാമനാഥൻ, അഡ്വക്കേറ്റ് MK മുകുന്ദൻ, വത്സല ബാബുരാജ്, ലാലി ജെയിംസ്, റീന ജോയ്, ഫ്രാൻസിസ് ചാലിശ്ശേരി, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ വിൻസെന്റ് കാട്ടുകാരൻ, ജില്ലാ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് CB ഗീത, സംഘം പ്രസിഡന്റ് A പ്രസാദ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഷാജി J കോട്ടങ്കണ്ടത്ത്, സംഘം സെക്രട്ടറി അമ്പിളി രഞ്ജിത്ത്, അയ്യന്തോൾ മേഖല മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി തേറാട്ടിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒല്ലൂർ സംഗീതിയുടെയും തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജോൺസൺ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങ് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഗീതിക പ്രസിഡന്റ് AP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗായകൻ VT മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, സാമൂഹിക പ്രവർത്തക ഷീബ അമീർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ലൈബ്രറി പ്രസിഡന്റുമായ ജയ മുത്തുപീടിക, രഞ്ജിത്ത് പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോൺസൺ മാസ്റ്ററുടെ അനശ്വര ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഏതോ ജന്മകൽപ്പനയിൽ എന്ന സംഗീത ആവിഷ്കാരം അരങ്ങേറി. വെള്ളിക്കുളങ്ങര പത്തരക്കുണ്ടിൽ വനാതിർത്തിയിലെ റബ്ബർ തോട്ടത്തിൽ പോത്തിനെ ഇന്ന് രാവിലെ പുലി ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി. പത്തരക്കുണ്ട് കട്ടക്കയം തങ്കച്ചന്റെ പോത്തിനെയാണ് ചത്ത നിലയിൽ കണ്ടത്. പോത്തിന്റെ വയർഭാഗത്ത് പുലി കടിച്ചു കീറിയതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾ പുറത്തായ നിലയിലാണ്. വാലിലും മുഖത്തും പുലിയുടെ നഖങ്ങൾ താഴ്ന്ന പാടുകളുമുണ്ട്. പത്തരക്കുണ്ടിലെ സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ പോത്തിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. തങ്കച്ചന്റെ മറ്റ് 10 പോത്തുകളെ സമീപത്തായി കെട്ടിയിട്ടിരുന്നുവെങ്കിലും അവയെ പുലി ആക്രമിച്ചില്ല. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് പുലിയിറങ്ങിയത്. വനാതിർത്തിയിൽ നിന്ന് 200 മീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോത്തിന്റെ ശരീരത്തിലെ നഖപ്പാടുകളും മുറിവുകളും പരിശോധിച്ചതിൽ പുലി തന്നെയാണ് ആക്രമിച്ചിട്ടുള്ളതെന്ന് കരുതുന്നതായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ശൈലൻ പറഞ്ഞു. കടിച്ചുകീറി ആന്തരികാവയവങ്ങൾ പുറത്തിട്ടെങ്കിലും പോത്തിന്റെ മാംസം പുലി ഭക്ഷിച്ചിട്ടില്ല. കാട്ടാനശല്യം അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡരികിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ ജനങ്ങൾ ഭീതിയിലാണ്. TCV ന്യൂസ്, കൊടകര. പാലപ്പിള്ളി തോട്ടം വനമേഖലയിൽ കാട്ടാനകളുടെ വിളയാട്ടം തുടരുന്നു. പാലപ്പിള്ളി ചീനിക്കുന്ന് കന്നാറ്റുപാടം ഭാഗങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പാലപ്പിള്ളി 6-ലെ പാടികൾക്ക് സമീപം 4 ആനകൾ ദിവസങ്ങളായി തമ്പടിക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളിലും വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലും ആനക്കൂട്ടം ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് ചീനിക്കുന്ന് ഭാഗത്തെത്തിയ ആനക്കൂട്ടം റോഡിൽ ഇറങ്ങിയത് ഗതാഗത തടസ്സമുണ്ടാക്കി. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് ആനകൾ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവായതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. വെളുപ്പിന് 4 മുതൽ തോട്ടങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പണിക്ക് ഇറങ്ങുന്നുണ്ട്. ആനക്കൂട്ടത്തിന്റെ അക്രമങ്ങൾ തുടരുന്നതോടെ തൊഴിലാളികളും ഭീതിയിലായിരിക്കുകയാണ്. തൃശൂർ തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവം ഭക്തിനിർഭരമായി. വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. വൈകിട്ട് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും തുടർന്ന് കലാമണ്ഡലം കണ്ണൻ, പേരാമംഗലം ശ്രീകുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ട തായമ്പകയും അരങ്ങേറി. ക്ഷേത്ര ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ജില്ലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം റെയ്ഡ് നടത്തി. സേഫ് കേരള പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഫുഡ് ഇൻസ്പെക്ടർമാരുടെയും പരിശോധന നടന്നത്. ജില്ലയിൽ പരിശോധന നടത്തിയതിൽ 2 ഹോട്ടലുകൾ അടപ്പിച്ചു. 126 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 30 ഹോട്ടലുകളിലും 170 കൂൾ ബാറുകളിലും 225 ബേക്കറികളിലും 26 കാറ്ററിംഗ് യൂണിറ്റുകളിലും മറ്റ് 141 ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കോടിയർച്ചന യജ്ഞത്തിനായി വാടാനപ്പള്ളി ചക്കാമഠത്തിൽ പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരുങ്ങുന്നു. സെപ്റ്റംബർ 2 മുതൽ 10 വരെയാണ് കോടിയർച്ചന. വാടാനപ്പള്ളി ചക്കാമഠത്തിൽ പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് കോടി അർച്ചനയിലൂടെ. മുൻപ് ചക്കാമഠത്തിൽ കാർത്തികേയൻ തന്ത്രിയാണ് കുടുംബക്ഷേത്രമായിരുന്ന ഈ ക്ഷേത്രത്തെ പൊതുക്ഷേത്രമാക്കാൻ മുൻകൈയെടുത്തത്. പ്രശ്നവിധി പ്രകാരം നടന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും പ്രതിഷ്ഠയും കഴിഞ്ഞതോടെ അപൂർവമായ കോടി അർച്ചനയ്ക്ക് വഴി തെളിയുകയായിരുന്നു.
ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പടുകൂറ്റൻ പന്തലിലാണ് യജ്ഞവേദി തയ്യാറാക്കുന്നത്. പ്രമുഖ ആചാര്യന്മാർക്കൊപ്പം 200 ഭക്തജനങ്ങളും ഒരേ സമയം വേദസൂക്തങ്ങൾ ഉരുവിടും. 1008 കലശക്കുടങ്ങളിലാണ് അർച്ചന നടത്തുന്നത്. സെപ്റ്റംബർ 2-ന് പുലർച്ചെ ക്ഷേത്ര ശുദ്ധികർമ്മങ്ങളും ആചാര്യവരണവും നടക്കും. തുടർന്ന് വൈകിട്ട് 4-ന് വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പൂശാരി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും ഉണ്ടാകും. 3-ന് പുലർച്ചെ സൂര്യകാലടി സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെ കോടി അർച്ചനയ്ക്ക് തുടക്കമാകും. വൈകിട്ട് 6 മുതലാണ് സഹസ്രനാമ ജപം തുടങ്ങുക. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി നരേന്ദ്രനാഥ അടികളാണ് യജ്ഞാചാര്യൻ. ഒരു ദിവസം 15 ലക്ഷം വേദസൂക്തങ്ങളിലൂടെ 7 ദിവസം കൊണ്ട് 1 കോടി അർച്ചന നടത്തും. ലോകത്ത് തന്നെ ഇത് അപൂർവമാണെന്ന് കോടി അർച്ചന സ്വാഗത സംഘം ചീഫ് കോർഡിനേറ്റർ ഹാരിഷ് പണിക്കെട്ടിയും സെക്രട്ടറി വിജയരാഘവൻ കൂട്ടിയാട്ടിലും പറയുന്നു. ഇന്ന് വരെ ഈ ലോകത്തിൽ എന്തെങ്കിലും ഇതേമാതിരി ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രാഹ്മണ ശ്രേഷ്ഠരൊപ്പം വേദം പഠിക്കുന്ന പിള്ളേർ കൂടിയിട്ടാണ് കോടിയാർച്ച നടന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ സാധാരണ ഭക്തജനങ്ങളുടെ ഒപ്പം 11 ആചാര്യ ശ്രേഷ്ഠന്മാരുടെ വേദസൂക്തത്തിനൊപ്പം ഇവരും സൂക്തജപം നടത്തിയിട്ടാണ് ഒരു ദിവസം 15 ലക്ഷത്തിൽ പരം സഹസ്രനാമ ഉരുവിട്ടുകൊണ്ട് അത് 7 ദിവസം കൊണ്ട് 1 കോടിയിൽ പരം തവണയാക്കി ഭഗവാന് 1008 കുടങ്ങളിൽ കലശക്കുടം അഭിഷേകം ചെയ്യുന്ന അത്യപൂർവമായൊരു ചടങ്ങാണ് വാടാനപ്പള്ളി എന്ന ഈ ഒരു ഗ്രാമം സെപ്റ്റംബർ 2 തൊട്ട് 10 വരെ നടക്കുന്ന ഈ കോടിയാർച്ചനയിൽ നടക്കുന്നത്. ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുനരുദ്ധാരണം നടത്തി, പുനഃപ്രതിഷ്ഠകൾ നടത്തി. ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ ഒരു കോടിയാർച്ചന നടത്തണമെന്നുള്ള ഒരു ഇത് കണ്ടു പ്രശ്നവശാൽ. പ്രമുഖരായ ആചാര്യന്മാർ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ ആചാര്യന്മാരും ഇവിടെ വരുന്നത് ഞങ്ങളിത് ഈ കാര്യം പറയുമ്പോൾ ഇത് ചിട്ടപ്പെടുത്തിയ ഒരു ഇത് അറിഞ്ഞപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേതാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർക്ക് പുറമെ കൊല്ലൂർ മൂകാംബിക, ശബരിമല, പഴനി, പയ്യന്നൂർ, കൊട്ടിയൂർ ക്ഷേത്ര ആചാര്യന്മാരും രാജീവ് കണ്ഠരരും യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 10-ന് 1008 കലശക്കുടങ്ങളാൽ സ്വാമിക്ക് അഭിഷേകം സമർപ്പിക്കുന്നതോടെ കോടി അർച്ചനയ്ക്ക് സമാപ്തിയാകും. പൊതുജന പങ്കാളിത്തത്തോടെ 35 ലക്ഷം രൂപ ചിലവഴിച്ചാണ് യജ്ഞം ഒരുക്കുന്നത്. യജ്ഞത്തിന് മുന്നോടിയായി ഭക്തർക്കായി പ്രത്യേക ശിബിരവും നടത്തുന്നുണ്ട്. TCV തൃപ്രയാർ. അളകപ്പ നഗർ പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS ജോഷി, അളകപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസൻ തയ്യാലക്കൽ, ഡേവിസ് അക്കര എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ വീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചു. ഗ്രൂപ്പിന്റെ പേരിൽ പ്രതികളെ സംരക്ഷിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടും. അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും സംഭവിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. കുടുംബത്തിന്റെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹനീഫയുടെ ഉമ്മ ഐഷാബി, സഹോദരൻ ഉമ്മർ എന്നിവരുമായി ഇരുവരും ചർച്ച നടത്തി. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഏതു സമയവും തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വാണിജ്യം. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴക് വിടർത്തി തൃക്കൂർ പള്ളിയറയിൽ സ്റ്റീമാസ് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കൂർ സർവോദയം സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്റ്റീമാസ് ബ്യൂട്ടി പാർലർ ചലച്ചിത്ര താരം ഡിംപിൾ റോസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെന്നി ആന്റോ പനോക്കാരൻ ഭദ്രദീപം തെളിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിബനൻ ചുണ്ടാലപ്പറമ്പിൽ, മോഹനൻ തുഴൂക്കാട്ട്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. എല്ലാവിധ ബ്രൈഡൽ വർക്കുകളും ഇവിടെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, വോളിമൈസിംഗ്, ഫേഷ്യൽ എന്നിവയ്ക്ക് ഈ മാസം 24 വരെ പ്രത്യേക ഡിസ്കൗണ്ടുകളും ഉണ്ടാകും. സ്റ്റീമാസ് ബ്യൂട്ടി പാർലറിൽ നിർമ്മിക്കുന്ന ഡ്രൈ ഫ്ലവർ ബൊക്കകൾ വിൽപ്പനയ്ക്കും വാടകയ്ക്കും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8589900365.
മനക്കൊടിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഓടിട്ട വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. നടുമുറി സ്റ്റുഡൻസ് റോഡിൽ കോഴിപ്പാടൻ അന്തോണിയുടെ വീടിനാണ് ഉച്ചയോടെ തീപിടിച്ചത്. TV, 2 തയ്യൽ മെഷീൻ, അലമാര, കട്ടിൽ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. വികലാംഗനും തയ്യൽ തൊഴിലാളിയുമായ അന്തോണി ഓണത്തിന് തയ്ച്ചു കൊടുക്കാനായി നാട്ടുകാരിൽ നിന്ന് വാങ്ങിവെച്ചിരുന്ന തുണികളും പൂർണ്ണമായി കത്തിനശിച്ചു. BJP പ്രവർത്തകനായ സുധീഷ് മേനോത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് അംഗം KL ജോസും സ്ഥലത്തെത്തിയിരുന്നു. നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിക്കാൻ വേണ്ട നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. തൃശൂർ പുങ്കുന്നം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ 2 വീടുകൾ വെള്ളം കയറി ഒലിച്ചിറങ്ങി തകർന്നു. പറപ്പൂക്കര വീട്ടിൽ മണി, ഗോപുരത്തിങ്കൽ വീട്ടിൽ ശശീന്ദ്രൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. പുങ്കുന്നത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ഉയർത്തിക്കെട്ടിയതുമൂലം മഴവെള്ളവും മറ്റും വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുകയായിരുന്നു. വീടുകൾ തകർന്നതുമൂലം ഇവരെ പുങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. ഡിവിഷൻ കൗൺസിലർ വൈദേഹി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചേറൂർ മരുതൂർ കാർത്തികേയനി ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് വീണു. ഇതേ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. പ്രധാന വാർത്തകൾ വീണ്ടും. മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനായി 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SI തസ്തികയിലേക്ക് കൂടുതൽ സ്ത്രീകളെ നിയോഗിക്കുമെന്നും മന്ത്രി. അവയവദാനം നടത്തിയവരെ ആദരിക്കുക വഴി വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അവയവദാനം സംബന്ധിച്ച് സമൂഹത്തിൽ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ചാവക്കാട് ഹനീഫ വധക്കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. കുടിവെള്ള ലഭ്യതയ്ക്കായി സർക്കാർ സത്വര നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉയർത്തി ഒരു പൊന്നോണം കൂടി വന്നെത്തുന്നു. നാളെ അത്തം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ